വചനദീപ്തിയിലേക്ക് യേശുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം 13-ാമത്തെ വാക്യം, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. ഒരുവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. പ്രിയപ്പെട്ടവരെ, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച ദൈവവചനമെന്ന നാമം, ആ നാമമുള്ളത് ആർക്കാണെന്ന് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഈ ലെറ്റർ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ ആ ലെറ്ററിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുകയാണ്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർ, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവരാണ് കൊറിന്തോസിലുള്ളവർ, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ നാമം എല്ലാ ദിവസവും വിളിച്ചപേക്ഷിക്കാറുണ്ടോ? യേശുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നൽകുന്ന കൃപയും സമാധാനവും പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് ആശംസിക്കുമ്പോൾ ആ സമാധാനം സ്വീകരിക്കുവാൻ, ആ സമാധാനവും കൃപയുമൊക്കെ ഉൾക്കൊള്ളാൻ നീ എന്തു ചെയ്യണം? യേശുക്രിസ്തുവിൽ വിശുദ്ധനായി തീരണം, വിശുദ്ധരാകാൻ വിളിക്കപ്പെടണം, അവൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ അവൻ്റെ നാമം രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് കൃപയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവേ എന്ന് വിളിക്കുന്നവരാണ്. എന്നാൽ ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നാമത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ നാമം എവിടെ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നുവോ അവൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വരും. അവൻ്റെ അടുക്കലേക്ക് വന്ന് അവിടെ നിന്ന് അവനെ അനുഗ്രഹിക്കും. അതായത് ഒരു ദൈവ പൈതലിന് ദൈവം സമീപത്തെത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി അവൻ്റെ സമീപത്ത് സംഭവിക്കുവാൻ അവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, അവൻ യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം അവൻ അനുസ്മരിക്കണം, ആ നാമം അവൻ ഏറ്റുപറയണം. അപ്പോഴാണ് ദൈവം അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന നാമം, ഈ നാമത്തെ ദൈവം ഉയർത്തുവാനായിട്ട് എന്താണ് കാരണമായി മാറിയത്? യേശുവിൻ്റെ നാമം, ആ നാമം ഉയർത്തപ്പെടുവാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിനും ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള
സകലരും മുട്ടുമടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. വചനം പറയുകയാണ്, അവൻ ദൈവമായിരുന്നെങ്കിലും, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ലെന്ന്, മറിച്ച് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതെ, മരണം വരെ, കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ആക്കി യേശുവിൻ്റെ നാമത്തെ മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? യേശു കർത്താവാണെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമമെന്ന് പറയുന്നത് പിതാവായ ദൈവം ഉയർത്തിയ നാമമാണ്. എല്ലാ നാവുകളും ഏറ്റുപറയേണ്ട നാമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അതെ, ദൈവം ഉയർത്തിയ നാമമാണ് യേശുവിൻ്റെ നാമം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ദൈവം ഉയർത്തിയ നാമം യേശുവിൻ്റെ നാമം ആണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന്, യേശു ഇന്നും ജീവിക്കുന്നെന്ന്, യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം ദൈവമുയർത്തിയ ഒരു നാമം, രക്ഷയുടെ നാമം, വിടുതലിൻ്റെ നാമം, സൗഖ്യത്തിൻ്റെ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, ആ നാമത്തെ ഉയർത്തുവാൻ ഒരു ദൈവപൈതലിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറുകയാണ്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ, ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുമാത്രമാണ് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയത്? ഈ യുഗത്തില്, വരാനിരിക്കുന്ന യുഗത്തില് ആധിപത്യങ്ങള്, അധികാരങ്ങള്, ശക്തികള്, പ്രഭുത്വങ്ങള്, എല്ലാ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. യേശു എന്ന നാമത്തിൻ്റെ കീഴിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും. നീ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിലാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെയാണ് വലുതായിട്ട് കാണുന്നത്. പ്രശ്നങ്ങളെ വലുതായിട്ട് കാണുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ നമ്മളെ തളർത്തുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ നമ്മളെ തകർക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വലുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അവൻ്റെ നാമത്തെ വലുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അവൻ്റെ നാമത്തെ ഒരു ദൈവവൈതല് വലുതായിട്ട് കാണുകയാണെങ്കിൽ വേദപുസ്തകം പറയുകയാണ്, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലായി മാറും. അതായത് ആ പ്രശ്നത്തിൻ്റെ മേൽ നമുക്ക് ജയം നേടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഉയർത്തിയ നാമമാണ് യേശുവിൻ്റെ നാമം. ഈ ലോകത്തിലെ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, പ്രഭുത്വങ്ങൾ എല്ലാം അവൻ്റെ നാമത്തിൻ്റെ കീഴിലാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വാക്യം 12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം
ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആരാണ് ദൈവമക്കള്? ആരാണ് ദൈവത്തിൻ്റെ മക്കള്? അവനെ സ്വീകരിച്ചവര്. ആരെ സ്വീകരിച്ചവര്? യേശുവിനെ സ്വീകരിച്ചവര്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവര്. അങ്ങനെയുള്ളവരെയാണ് ദൈവമക്കളുടെ പദവിയിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അവൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്തും. ദൈവമക്കളുടെ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യേശുവിനെ സ്വീകരിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ വാക്യം 21, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആരാണ് രക്ഷ പ്രാപിക്കുന്നത്? ആരാണ് രക്ഷ പ്രാപിക്കുന്നത്? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, വിഷയങ്ങൾ വന്നപ്പോൾ നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചോ? യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ? അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവര് രക്ഷ പ്രാപിക്കും. കാരണം അവൻ്റെ നാമം രക്ഷയുടെ നാമമാണ്. അവൻ്റെ നാമം രക്ഷയുടെ നാമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഈ വചനം എത്രയോ തവണ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്, എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം വാക്യം 12, മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അപ്പം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏകനാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം രക്ഷ നൽകുന്ന നാമമാണ്. അതുകൊണ്ടാണ് ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് നാമങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി നാമങ്ങളുണ്ട്. പക്ഷെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, വിടുതലിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരേ ഒരു നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ്. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, റോമ 10:9 എന്താ പറയുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എപ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. ഈ ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന്, യേശു രക്ഷകനാണെന്ന്, യേശു നാഥനാണെന്ന്, യേശു ജീവിതത്തിൻ്റെ ഭരണകർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയാറുണ്ടോ? മാത്രമല്ല, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. 2 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത്. 1, ഹൃദയത്തിൽ വിശ്വസിക്കണം. 2, അധരം കൊണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും.
ഇവിടെ വചനം എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും അവിടെ നിന്ന് നമുക്ക് നൽകുമെന്ന്. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാറുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശു നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാതെ, വെറുതെ ഒരു ചോദ്യമായിട്ട്, ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കാതെ, പിതാവായ ദൈവം ഉയർത്തിയ ആ യേശുവിൻ്റെ നാമത്തിൽ നാം ദൈവത്തോട് എന്ത് ചോദിച്ചാലും അവിടെ നിന്ന് നമുക്ക് നൽകുമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ അനുഭവം അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 30-31 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രാർത്ഥന നടക്കുന്നത്, ആദിമ സഭയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നടക്കുന്നത് ഒരു വിപരീത സാഹചര്യത്തിലാണ്. മതപീഡനം തുടങ്ങിയപ്പോൾ, സഭ പീഡനങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ, പ്രതിസന്ധികളുടെ നടുവിൽ അപ്പോസ്തലന്മാര്, വിശ്വാസികള് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണത്. അവർ പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ ശക്തിപ്പെടുത്തണമേ. ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ എന്ത് മനസ്സിലായി? ഒന്ന്, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. എന്ത് സംഭവിക്കാനാണ് കൈകൾ നീട്ടേണ്ടത്? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥിച്ച സ്ഥലം വരെ കുലുങ്ങാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പ്രാർത്ഥന. ആദിമസഭ പ്രാർത്ഥിച്ചപ്പോൾ സ്ഥലം കുലുങ്ങിയെന്ന് മാത്രമല്ല, അവർ സമ്മേളിച്ചിരുന്ന ആളുകളെല്ലാം പരിശുദ്ധാത്മാവിൽ പൂരിതരായി ധൈര്യസമേതം ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന പത്രോസിനെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 3-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ അല്ലേ? ദേവാലയത്തിലേക്ക് പോകുന്ന പത്രോസിനെ കണ്ട ആ മുടന്തനായ മനുഷ്യൻ എന്തെങ്കിലും തരണേ എന്നുള്ള രീതിയിൽ അപ്പോസ്തലന്മാരെ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞതെന്താ? വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു ദൈവ പൈതല് ദൈവത്തെ ആരാധിക്കാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, നസ്രത്തുകാരനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നും പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അവൻ്റെ കണങ്കാലുകൾ ബലം പ്രാപിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന അത് ശക്തിയുള്ള പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
മാത്രമല്ല മത്തായി 18:20 പറയുന്നുണ്ട്, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുക. നമ്മുടെ കൂട്ടായ്മ യേശുവിൻ്റെ നാമത്തിൽ, നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ, നമ്മുടെ ആരാധന യേശുവിൻ്റെ നാമത്തിൽ, നാം വാക്കാലോ പ്രവർത്തിയാലോ അത് എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാനായിട്ട് കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം ഉയർത്തിയ നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, ആ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ആ നാമത്തിൽ ഉത്തരമുണ്ട്. ആ നാമത്തെ ഉയർത്തുവാൻ, ഭൂമി മുഴുവൻ അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ, അവൻ്റെ നാമത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ, അവൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതെ, ദൈവമുയർത്തിയ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. സകല മുട്ടും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. നമുക്കൊരുമിച്ച് അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. അവൻ്റെ നാമത്താൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.